ഇണക്കിളിക്കുട്ടം ഭാഗം 23. ചെറിയമ്മാവൻ വീതി പതുക്കെ മന്ത്രിച്ചു. ഭദ്രൻ പൊട്ടിച്ചിരിച്ചു. ചെറിയമ്മാവൻ തന്നെ. ഞാൻ വന്നത് മോളെ യാത്രയാക്കാനാണ്. അവൾ ഞെട്ടി. ചെറിയമ്മാവാ ഞാൻ അവളെന്തോ പറയാൻ വന്നതും അയാൾ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട മോളെ, എനിക്ക് മനസ്സിലാവും നിൻ്റെ വിഷമം. സ്നേഹിച്ച ആളോടൊപ്പം ജീവിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തു പോകും. ഞാനും ചെയ്തിട്ടുണ്ട്. സ്നേഹിച്ചാളെ സ്വന്തമാക്കാൻ ഒന്നല്ല 2 കാര്യങ്ങൾ, 2 കൊലപാതകങ്ങൾ. അയാൾ പറഞ്ഞത് കേട്ട് വേണി ഞെട്ടിത്തെറിച്ചു. അപ്പോൾ വലിച്ചിനെയും ചിത്രയും കൊന്നത്? അതെ, ഞാൻ തന്നെ. ഇടിപെറ്റിടത്ത പോലെ നിന്നുപോയി വേണി. ഇതുപോലൊരു രാത്രി തീർത്തതാണ് ഞാൻ രണ്ടിനെയും. അറിയണം നിനക്ക്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തേവർമഠത്തിൽ നാരായണൻ സ്വന്തം മകനെ പടിയടച്ച് പിണ്ടം വെച്ചു. അതുകൊണ്ട് തീർന്നില്ല, അവരെ കണ്ടമാനം ഉപദ്രവിച്ചു. കഷ്ടപ്പെട്ട് ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച് നരകിച്ച എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത്. അവരുടെ മരണശേഷം ദയ തോന്നിയ വിശ്വനാഥൻ ഞാൻ അനുജൻ്റെ മകനെ എന്നെ ഏറ്റെടുത്തും തേവർമഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ നല്ല നിലയിൽ പഠിപ്പിച്ചു വളർത്തി. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പകയായിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മയും ദ്രോഹിച്ചവരോടുള്ള പക. വന്ന് കയറിയെന്ന് മുതൽ തേവർമഠത്തിലെ കണക്കില്ലാത്ത സ്വത്തുക്കളിലായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ എപ്പോഴോ ഞാനറിയാതെ മറ്റൊരു ഇഷ്ടവും എന്നിൽ കടന്നുകൂടി. പത്മ. ഞാൻ അവളെ സ്നേഹിച്ചു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ വിശ്വനാഥൻ അവളെ മൂത്ത മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. നെരിപ്പോടിലെന്ന് പറയാം ഞാൻ ആ ദിവസങ്ങൾ തള്ളി നീക്കിയത്. ഒടുവിലൊരു തീരുമാനത്തിലെത്തി. ഞാൻ മോഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ ആദ്യം അവനെ തന്നെ ഇല്ലാതാക്കണം. അങ്ങനെ അവൻ്റെ വിവാഹത്തിൻ്റെ തലേന്ന് ഞാൻ തിരഞ്ഞെടുത്തു. ഭദ്രൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. രാത്രി രാമകൃഷ്ണൻ ഭൂപതിക്കോട്ടയിൽ ഭദ്രനെയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. രാമേട്ടാ എന്ന് വിളിക്കിട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഭദ്രനെ കണ്ടതും അയാൾ ചിരിച്ചു. നീ എത്തിയോ? രാമേട്ടനെന്തിനാ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? ഭൂമംഗലത്തുകാരെങ്ങനെ കണ്ട അത് മതി ഒരു കലഹത്തിന്, ഭദ്രൻ പറഞ്ഞു. നിന്നോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിന് സ്വസ്ഥമായ ഒരു അന്തരീക്ഷം വേണം. ഇതിലും നല്ല മനോഹരമായ സ്ഥലം വേറെ ഏതാണ് ഈ നാട്ടിൽ? ഭദ്രൻ്റെ നെറ്റി ചൊളിഞ്ഞു. എന്ത് കാര്യം? അവൻ സംശയത്തോട് ചോദിച്ചു. പറയാം, നീ ധൃതി കാട്ടാതെ. രാമകൃഷ്ണൻ തിരിഞ്ഞു നിന്നു. ഈ സമയം അരയിൽ ഒളിപ്പിച്ച കത്തി ഭദ്രൻ പുറത്തെടുത്തു. എന്നിട്ട് അരിശത്തോടെ രാമകൃഷ്ണനെ തുറച്ചു നോക്കി. ഇതൊന്നും അറിയാതെ രാമ തുടർന്നു. ഭദ്ര, നിനക്കറിയാലോ, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത് എൻ്റെ അച്ഛന്. അച്ഛൻ പറഞ്ഞാൽ ഞാൻ എന്തോ അനുസരിക്കും. അതുകൊണ്ടാണ് പത്മയെ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം ഞാൻ എതിർത്ത് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞതും ഒരു കത്തി അവൻ്റെ വയറ്റിൽ തുളച്ച് കയറി. രാമകൃഷ്ണൻ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി. ചോര പുരണ്ട കത്തിയുമായി രോഷത്തോടെ ഭദ്രൻ രാമനെ നോക്കി. ഭദ്ര, നീ നിരക്കൊണ്ണോടെ അയാൾ വിളിച്ചു. അതേടാ, ഞാൻ തന്നെ. തേവർമഠത്തിൽ വന്നു കയറിയ അന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാ ഈ ദിവസത്തിന് വേണ്ടി. തേവർമഠത്തിലെ കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് ഒരേ ഒരു അവകാശം മതി, ഞാൻ, ഈ ഭദ്രൻ. ഇന്ന് നീ, നാളെ നിൻ്റെ അനിയൻ. അങ്ങനെ തേവർമഠത്തിലെ അനന്തരാവകാശികളെ കൊല്ലും. എന്നിട്ട് ഞാൻ മോഹിച്ച് എൻ്റെ പത്നിയെയും കെട്ടി സന്തോഷത്തോടെ ആ തറവാട്ടിൽ കഴിയും. ഭദ്രൻ പൊട്ടിച്ചിരിച്ചു. രാമൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവൻ രോഷത്തോടെ ഭദ്രൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. എടാ, നീ അപ്പോൾ ഞങ്ങളൊക്കെ ചതിക്കുകയായിരുന്നല്ലേ? ഭദ്രൻ അവൻ്റെ കൈ പിടിച്ചു. അതേടാ, ഞാൻ ചതിയും തന്നെയാണ്. നിൻ്റെ ഈ കൊലപാതകം ഞാൻ പൂമംഗലത്തുകാരുടെ തലയിൽ കെട്ടിവെക്കും. അതിൻ്റെ പേര് 2 കുടുംബവും തമ്മിൽ വീണ്ടും കലഹമാവും. ആ കലഹത്തിൻ്റെ മറവിൽ ഹരിയെയും വസുമതിയും തീർക്കും ഞാൻ. എന്നിട്ട് ഈ നാട്ടിലെ ഭൂപതിയായി വാഴും ഞാൻ. അവൻ ഉറക്കെ ചിരിച്ചു. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ചത്തുപോയ നിൻ്റെ സമ്മതം ആർക്കാടാ വേണ്ടത്? അതും പറഞ്ഞ് ഭദ്രൻ കത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി അവൻ ആഞ്ഞു കുത്തി. രാമൻ ആകെ തരിച്ചു പോയി. അവനെ എതിർത്ത് നിന്നെങ്കിലും പതിയെ അവൻ്റെ ശക്തി ക്ഷയിച്ചു. കണ്ണുകൾ അടഞ്ഞു. അവൻ താഴേക്ക് വീണു. ഭദ്രൻ അവജ്ഞയോട് രാമനെ നോക്കി. പിന്നെ പദ്ധതി പ്രകാരം അവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കി. രാമനെ വലിച്ച് അതിനടുത്തേക്ക് കൊണ്ടുവന്നു.
പെട്ടെന്നൊരു അലർച്ച കേട്ട് ഭദ്രൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഭാഗമായി നിൽക്കുന്നു ചിത്ര. അവളെ കണ്ടതും ശ്വാസം പോലെ തോന്നിപ്പോയി ഭദ്രന്. ബാഗും താഴെയിട്ട് ചിത്ര ഓടി വന്ന് രാമൻ്റെ അരികിലിരുന്നു. രാമേട്ട, കണ്ണു തുറക്ക് രാമേട്ട, ഞാൻ വന്നു രാമേട്ട. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കുലുക്കി വിളിച്ചു. അത് കണ്ട് ഭദ്രനൊന്ന് അമ്പരന്നു. ചിത്ര പൊട്ടിക്കരഞ്ഞു. പിന്നെ ചാടി എഴുന്നിട്ട് ഭദ്രൻ്റെ കഴുത്തി പിടിച്ചു. എടാ, നീ എൻ്റെ രാമേട്ട കൊന്നു അല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവൾ ക്രോധത്തോടെ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. ഭദ്രനൊന്ന് പകച്ചു. പിന്നെ അവളുടെ കൈ പിടിച്ച് തള്ളി. അവൾ നിലത്ത് ചെന്ന് വീണു. അതെടി, ഞാൻ കൊന്നു അവനെ. അത് ചോദിക്കാൻ നീ ആരടി? പൂമംഗലത്തുകാർക്ക് തേവർ മടത്തുകാരുമായിട്ട് എന്താ ബന്ധം? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ബന്ധം എന്താണെന്ന് അറിയണം അല്ലേ? എന്തിനാ നീ ഇത് ചെയ്തത്? പത്മയെ പൂർണ്ണ മനസ്സോടെ നിനക്ക് വിട്ടു തന്നില്ലേ രാമേട്ടൻ? ചിത്ര ചോദിച്ചു. അവൻ മനസ്സിലാകാതെ അവളെ നോക്കി. നിനക്ക് പത്നിയെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പത്നിയുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിട്ട് തലേന്ന് ഒടിച്ചോടുകയാണെങ്കിൽ വിവാഹം മുടങ്ങും. നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാതിരിക്കാൻ വിശ്വനാഥൻ ഉറപ്പായി നിന്നെക്കൊണ്ട് പത്നിയെ കല്യാണം കഴിപ്പിക്കും. ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാനാടാ രാമേട്ടൻ നിന്നെ വിളിച്ചത്. പക്ഷെ നീ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഭദ്രൻ ആദ്യം ഒന്ന് അന്താളിച്ചു. ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പോൾ തന്നെ എല്ലാവരോടും ഞാൻ പറയൂ. അവൾ ദേഷ്യത്തോട് പറഞ്ഞു. ഭദ്രൻ ഞെട്ടി. നടക്കാനൊരുക്കി അവളെ അവൻ പിടിച്ചു. നിൽക്കടി അവിടെ. നീ ഇത് ആരോടും പറയില്ല. പറയാൻ ജീവനോട് നീ ഉണ്ടാവില്ല. അതും പറഞ്ഞ് അയാൾ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് പാറയിൽ ആഞ്ഞടിച്ചു. രാമേട്ടാ, അവൾ അലറി വിളിച്ചു. ആ വിളിക്കേട്ട് രാമനിൽ ചലനമുണ്ടായി. ആയാസപ്പെട്ട് അയാൾ കണ്ണു തുറന്നു. തലപൊട്ടി ചോരയിൽച്ച് നിൽക്കുന്ന ചിത്രയെ കണ്ടതും അവനൊന്ന് ഞെട്ടി. ചിത്ര, അവൻ മുറിവിൽ അമർത്തി പിടിച്ചു. ഒരുവിധം എഴുന്നേറ്റ്. വിടരാ അവളെ. രാമൻ അവൻ്റെ പിടി വിടുവിച്ചു. അവനെ തള്ളിയിട്ട് ചിത്രയുടെ കൈയും പിടിച്ച് അവൻ കോട്ടയുടെ പിൻവശത്തേക്ക് ഓടി. പുഴക്കരയിലെത്തിയതും ഇരുവരും ക്ഷീണിച്ച് നിന്നു. രാമേട്ട, നമ്മൾ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്ക് ഭദ്രൻ അവിടെ എത്തി. എന്നെ അങ്ങനെ വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നടക്കില്ല. ഇന്ന് രണ്ടിൻ്റെ അവസാനമാണ്, അവൻ പറഞ്ഞു. രാമനും ഭദ്രനും തമ്മിൽ അടിയായി. ഒടുവിൽ രാമൻ പാറക്കെട്ടിലേക്ക് വീണു. ചിത്ര ഉറക്കെ അലറി. ഭദ്രൻ പുഴയിലൊക്കെ നോക്കി ചിരിച്ചു. അവൻ പോയി, ഇനി അടുത്തത് നീന. അതും പറഞ്ഞ് അവൻ ചിത്രയുടെ നേരെ ചെന്നു. അവൾ അവനെ തള്ളിമാറ്റി ഓടി. ഭൂപതിക്കോട്ടയിൽ കുഴിച്ച് കുഴിയുടെ അരികിലെത്തിയതും പെട്ടെന്ന് അവളുടെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റു. അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. പതിയെ തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് ഭദ്രൻ അവളെ നോക്കി. പിന്നെ വടിയുയർത്തി തലയിൽ ആഞ്ഞടിച്ചു. ഒരു നിലവിളിയോടെ അവൾ കുഴിയിലേക്ക് വീണ്. ഒന്ന് പിടിഞ്ഞ ശേഷം ചിത്ര നിശ്ചലയായി. ഭദ്രൻ വടി താഴെയിട്ടു. മരണം ഇരുന്ന് വാങ്ങിയവളാ നീ. ഉറങ്ങ്. ഈ മണ്ണിൽ സ്വസ്ഥമായി ഉറങ്ങ്. നിന്റെ മരണം ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞ് ഭദ്രൻ മൺവണ്ടിയെടുത്ത് കുഴി മൂടി. പാറക്കെട്ടിലേക്ക് വീണ രാമൻ ഒരു കല്ലിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഒരുവിധം പിടിച്ച് അവൻ മുകളിലേക്ക് കയറി. ചിത്രയെ തേടി അവൻ നടന്നു. കുഴിമൂടി മൺവെട്ടിയുമായി നിൽക്കുന്ന ഭദ്രനെ അവൻ കണ്ടു. ആദരാഞ്ജലിക്കുള്ള ചിത്ര, നീ വിഷമിക്കണ്ട. നിനക്ക് വേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം. അവൻ പറഞ്ഞത് കേട്ട് രാമൻ ഞെട്ടി. അവൻ ഓടി വന്നു. ചിത്ര, അവൻ കുഴിക്കരികിലിരുന്ന് അലറി വിളിച്ചു. ഭദ്രൻ പൊട്ടിച്ചിരിച്ചു. വിളിക്കണ്ട, അവൾ കേൾക്കില്ല. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അവൾ പോയി കഴിഞ്ഞു, ഭദ്രൻ പറഞ്ഞു. എടാ നീ! രാമൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ചിത്രയെ നീ കൊല്ലും ഞാൻ നിന്നെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഭദ്രൻ ശ്വാസം മുട്ടി. അരയിൽ നിന്നും അവൻ കത്തിയെടുത്തു. പിന്നെ അവൻ്റെ വയറ്റിൽ ആഞ്ഞു കുത്തി. അവൻ അലറി വിളിച്ചു. അതുവഴി പോകിയായിരുന്ന ആളുകൾ നിലവിളി കേട്ട് അവിടേക്ക് ഓടി വന്നു. ആരൊക്കെയോ ഓടി വരുന്ന ശബ്ദം കേട്ട് ഭദ്രൻ ഞെട്ടി. അവൻ വേഗം ഓടി ഒളിച്ച്. ഭദ്രൻ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ട് ആകെ തരിച്ചു നിൽക്കുകയായിരുന്നു വേണി. ഭദ്രൻ അവളെ നോക്കി. രാമകൃഷ്ണൻ്റെ മരണം ഞാൻ പൂമംഗലത്തുകാരുടെ തലയിൽ കെട്ടിവെച്ചു. പക്ഷേ തെളിവില്ലാത്തത് കൊണ്ട് ആ കേസ് അങ്ങ് പോയി. രാമൻ്റെ മരണശേഷം പത്മയെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഞാൻ നിൻ്റെ മുത്തശ്ശൻ തീരുമാനിച്ചു. പക്ഷേ അവൾക്ക് രാമനായിരുന്നു വലുത്. അവനെ ഓർത്ത് ശിഷ്ടകാലം ജീവിച്ചു തീർക്കുക എന്ന് അവൾ തീരുമാനിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട ആ തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത്. പിന്നെ എൻ്റെ ലക്ഷ്യം തേവർ മഠത്തിലെ സ്വത്തുക്കളായിരുന്നു. എൻ്റെ മകൾ അഞ്ചു അല്ലാതെ വേറെ അനന്തരാവകാശികൾ തേവർ മഠത്തിന് വേണ്ട. അതുകൊണ്ടാണ് ആനന്ദുവിനെ ഒന്ന് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത്.
പക്ഷെ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. വേണി ഞെട്ടിപ്പോയി. അപ്പോൾ അന്നത്തേതൊരു കൊലപാതക ശ്രമമായിരുന്നു. വേണി വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി നിന്നു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് രക്തം കിട്ടാതെ അവൻ ചത്തുപോകുമായിരുന്നു. പക്ഷേ അവൻ വന്ന് അവനെ രക്ഷിച്ചു. അവനെ ഇല്ലാതാക്കാൻ വേറെ മാർഗങ്ങൾ ആലോചിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നിൻ്റെയും വരുണൻ്റെ ഒടുക്കത്തെ ഒരു പ്രേമം. ഇതറിഞ്ഞപ്പോൾ ഞാനൊന്ന് മാറി ചിന്തിച്ചു. ഇന്നലെ വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് നിന്നെ തീർക്കാനാ ഞാൻ ആരും അറിയാതെ തറവാട്ടിലെത്തുന്നത്. പക്ഷെ നീയും വരുണും തമ്മിൽ സംസാരിച്ചത് കേട്ടപ്പോൾ ഒരു ദിവസം കൂടി നിനക്ക് ജീവൻ തിരിത്തരാമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ഭൂപതിക്കോട്ടിൽ വെച്ച് നീ കൊല്ലപ്പെടുത്തുന്നതാണ് നല്ലത്. എന്നാലല്ലേ എനിക്ക് ആ കുറ്റം വരുണിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റും. അതിൻ്റെ പേരിൽ വീണ്ടും ഒരു വഴക്ക്. ആ വഴക്കിൽ അനന്തുവിനെ ഞാൻ നിങ്ങൾ തീർക്കും. പിന്നെ തേവർമഠത്തിന് ഒരേ ഒരു അനന്തരാവകാശം മാത്രം, എൻ്റെ മകൾ അഞ്ജു. അയാൾ സന്തോഷത്തോടെ അട്ടഹസിച്ചു. ചിരിക്കരുതാൻ, എൻ്റെ പന്നേട്ടിന് ഇതറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. അതിന് അവനെങ്ങനെ അറിയാനാ? അവൻ വരുമ്പോഴേക്കും നീ ചത്തുമലച്ച് കിടക്കുന്നതായിരിക്കും അവൻ കാണുക. അവനെ അവിടെ പൂട്ടാനുള്ളതൊക്കെ ചെയ്തു വെച്ചാ ഞാൻ വന്നിരിക്കുന്നത്. വേണി ഞെട്ടി. അപ്പോൾ എങ്ങനെയാ, പോവല്ലേ? അയാൾ അരിയിൽ നിന്ന് കത്തിയെടുത്തു. അവൾ ഞെട്ടിത്തെറിച്ചു. അയാൾ അവളുടെ അരികിലേക്ക് വന്നു. അവൾ ഭയന്ന് വിറച്ച് പുറകിലേക്ക് നടന്നു. അയാൾ അത് കണ്ട് ചിരിച്ചു. അവൾ ചെന്ന് മതിലിടിച്ച് നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചുറ്റും നോക്കിയിട്ട് കാര്യമില്ല മോളെ, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അതും പറഞ്ഞ് അയാൾ കത്തി ആഞ്ഞു കുത്താനോങ്ങി. വേണി ഭയന്ന് നിലവിളിച്ചതും ഭദ്രൻ്റെ തലയിൽ ഒരടി വീണു. അയാൾ ഞെട്ടി. വേണി കണ്ണു തുറന്നു നോക്കി. തലയിൽ പിടിച്ച് തരിച്ചു നിൽക്കുന്ന ഭദ്രനെ കണ്ട് അവൾ അമ്പരന്നു. ഭദ്രൻ പതിയെ തിരിഞ്ഞു നോക്കി. വടിയുമായി നിൽക്കുന്ന ആളെ കണ്ട് ഭദ്രനും വേണിയും ഒരുപോലെ അതിശയിച്ചു നിന്നു. തുടരും.